അപ്പോൾ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേ 48 അല്ലേ? 48 തോന്നുന്നു. അപ്പോൾ 48 ദിവസമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. എൻ്റെ പേര് TinsoBro. ഞാനിപ്പോൾ നോർത്ത് ഈസ്റ്റ് റൈഡ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ മുന്നുള്ളത് ലളിത്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മധ്യപ്രദേശിലാണിത്. അപ്പോൾ ലളിത്പൂരിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ ഹൈദരാബാദിലേക്ക് 1000 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ 1000 കിലോമീറ്ററിന് കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഞാൻ നിന്ന ഹോട്ടൽ ആര്യൻ ഇൻ. കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. 1500 രൂപയായി റൂമിന്, 140 രൂപ ഫുഡിനും. അപ്പം പക്ഷേ ഹൈവേയിലേക്ക് അങ്ങോട്ട് പോയി ടൗണിനുള്ളിലേക്ക് പോയി കണ്ടുപിടിച്ച് തിരിച്ചിറങ്ങുന്നതിനേക്കാളും സമയലാഭവും ഒക്കെ ഇടുകയാണ്. ഇവിടുന്ന് ഹൈവേ ഒരു 100 മീറ്ററില്ല. അപ്പോൾ എന്നൊന്നും വേണ്ട, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ 4:30 എഴുന്നേറ്റ് 3 മണിക്ക് എഴുന്നേറ്റ് 4:30 ഇറങ്ങാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അത് 4:30 എഴുന്നേറ്റ് 5:30 ഇറങ്ങാനുള്ള പരിപാടിയായി. ശരിക്കും എഴുന്നത് 5:45. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി. 5:45 എഴുന്നേറ്റ് ഇപ്പോൾ സമയം 6:45 എടുത്തിരിക്കുന്നത്. നമ്മൾ ചാടാൻ പോവുകയാണ്. ഈ ആയിരുന്നു ബൈക്കൊക്കെ എല്ലാം സെറ്റാണ്, പക്ഷേ ചെയിൻ മാത്രം ഇച്ചിരി ലൂസായിട്ടിരിപ്പുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ലൂബ്രിക്കേഷനൊക്കെ ഓക്കെയാണ്. അപ്പോൾ റോഡിൽ കാണാം. इधर कितने किलोमीटर है इधर? 2000 11,000 किलोमीटर चल के आ रहा मैं अभी. 11,000 किलोमीटर चले ऑलरेडी. और 2,000 बाकी है. घूम के आ रहा है ना. घूम के आ रहा है. അപ്പോൾ നമ്മുടെ ഏകദേശം ടാങ്ക് ടു ടാങ്ക് റൈഡായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറമാൻ പോലെ. कैमरा है അത് 7.64 ലിറ്റർ. അപ്പോൾ ഞാനിവിടെ 2 വർഷം മുന്നേ ഞാനിവിടെ നിന്ന് നമ്മുടെ എന്താ പറയുക ജ്യൂസ് കുടിച്ചിട്ടുണ്ടെന്ന് ഈ ഏരിയയിൽ നിന്ന്. അപ്പോൾ ഈ ഏരിയൻ്റെ ഒരു മെമ്മറി, മാങ്ങാപ്പഴത്തിൻ്റെ സീസണായിരുന്നു. ഞാനന്ന് 2 കൂട്ടുകാരെ അന്ന് കണ്ടെത്തിയായിരുന്നു, നോബിളും ആൽബിനാന്ന് തോന്നുന്നു പേര്. അവർ അന്ന് കാശ്മീർ റൈഡ് സഞ്ചാരി ഗ്രൂപ്പ് വഴി കണ്ടതായിരുന്നു. കാശ്മീർ റൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു R15ഉം ഒരു യൂണിക്കോണും. അന്നേരം ഇവിടുന്ന് ചായ കുടിച്ച്. അപ്പോൾ നമ്മുടെ ടാങ്ക് ടു ടാങ്ക് റൈഡ് സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. 4.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം കവർ ചെയ്ത് 414 കിലോമീറ്റർ, 415 സംതിങ് കിലോമീറ്ററാണ്. സമയം 11:30 ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. കുരുവി എന്ന് പറഞ്ഞൊരു സ്ഥലം. എൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ താഴെ കൊടുക്കാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ള അടിപൊളിയായിട്ട് പോകുന്നു. ഇവിടുന്ന് ഒരു ലഞ്ച് ബ്രേക്ക് പോലെ പരിപാടികളൊക്കെ ചേട്ടന്മാരോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് റോഡിൽ കാണാം. കാട്ടിൽ ജീവിക്കുന്നവർ കാട്ടുവാസികൾ, അപ്പോൾ റോട്ടിൽ ജീവിക്കുന്നവർ റോട്ടുവാസികളല്ലേ. 40 ദിവസം റോട്ടിൽ വസിച്ചാൽ സൂപ്പർ. ഇങ്ങനെയൊക്കെ ചെയ്യണം. അയ്യടാ നമ്മൾ പ്യുവർ റോട്ടുവാസിയാവണം. ഒട്ടിക്കട കാണാം. 9 മണിക്കൂറാണ് നമ്മൾ കവർ ചെയ്തത്. 700 കിലോമീറ്ററാണ്. ഇനി ഒരു 300 കിലോമീറ്റർ കൂടെ ഉണ്ട് ഹൈദരാബാദിന്. ബൈക്കിൽ പോകുന്ന ചേച്ചിയൊക്കെ ചിരിച്ചോണ്ട് പോകുന്നത് എന്താ പരിപാടി.
സുഹൃത്തുക്കളെ 48-ാം ദിവസം പൊള്ളി ദിവസം ചങ്ങായി അപ്പൊ നമ്മൾ ഈ ചങ്ങായിന്റെ കൂടെയാണ് ഇവിടെ എൻ്റെ 2ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഇവിടെ വരെ വന്നത്. ഹൈദരാബാദിലാണ് ഇപ്പോൾ ഉള്ളത്. 1000 കിലോമീറ്റർ ഇന്ന് ഞാൻ കവർ ചെയ്ത്. 1000 കിലോമീറ്റർ എൻ്റെ മുന്നിൽ രാവിലെ 7 മുതൽ വൈകുന്നേരം കൃത്യം 10 ഞാനിവിടെ എത്തി. സെറ്റപ്പായി സൂപ്പർ ഇട്ടൊരു പരത് സേഫ്റ്റി ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാതെ ചെറിയ ടാങ്ക് ടു ടാങ്ക് റൈഡ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതായത് ടാങ്ക് ടു ടാങ്ക് ഫുൾ അടിച്ച് പിന്നെ ആ ടാങ്ക് കാലി ആവുന്നവരെ റൈഡ് ചെയ്യുക. സെറ്റപ്പായിരുന്നു. ഇന്നത്തെ കുറേ വിശേഷങ്ങളുണ്ട്. ഞാൻ നാളെ പറയാം ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ പുറത്തൊരു ഫുഡൊക്കെ കഴിച്ച് സമയം 10 മണിയായപ്പോൾ ഞാൻ കറക്റ്റ് ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ മാറി സെറ്റപ്പായി ബൈക്കോടെ വെച്ചിട്ടുണ്ട്. അപ്പം അവൾ റോഡിൽ കാണാം. അപ്പോൾ നാളെ നമ്മുടെ 49-ാം ദിവസം ബാംഗ്ലൂർ ടച്ച്. അപ്പോൾ ഇവനെൻ്റെ കൂടെ പഠിച്ചടി ഇവരുടെ വിശേഷങ്ങൾ 2ാമത്തെ ദിവസം വീഡിയോ കാണുന്നത്. അപ്പോൾ സുലാൻ ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാം സെറ്റപ്പായിരിക്കും, അടിപൊളിയായിരിക്കുന്നത്. റൈഡൊക്കെ സൂപ്പറായിരുന്നു, നല്ല എൻജോയ് ചെയ്തു ശരിക്കും. എൻ്റെ എന്താ പറയുക, നമ്മുടെ സാഡിൽ സോർ സെറ്റപ്പാണ് ഇന്ന് ചെയ്തത്. സാഡിൽ സോർ 1810 കിലോമീറ്റർ ഞാൻ 24 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. ഇപ്പോൾ 1000 കിലോമീറ്റർ ഞാൻ 12 മണിക്കൂറോട് കവർ ചെയ്തു. 14 മണിക്കൂർ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഓൾ നൈറ്റ്, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. നാളെ റോഡിൽ കാണാം. ഇപ്പോൾ ഇച്ചിരി പണിയുണ്ട്. ഗിരീഷ് അപ്പോൾ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, 49-ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഹൈദരാബാദിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതെൻ്റെ ഫ്രണ്ട് തോട്ട. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ. ഇപ്പോൾ എൻ്റെ എല്ലാ ഹൈദരാബാദ് ടച്ചിലും ഇവൻ്റെ വീട്ടിലാണ് സ്റ്റേ. ഇതിപ്പോൾ 3-ാമത്തെ പ്രാവശ്യം എൻ്റെ വീട്ടിൽ സ്റ്റേ. അപ്പം നാളെ ദീപാവലിയാണ്. അത് ഇവിടുത്തെ പിള്ളേർ ഫുള്ള് പരിപാടികൾ, കളികൾ. പൊട്ടട്ടെ. ഇതെന്നെ കരക്കാസം എന്നാണ് വിളിക്കുന്നത് എന്താ പ്രദേശത്തിൽ. അപ്പോൾ എൻ്റെ ചായ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇന്ന് ബാംഗ്ലൂർ പിടിക്കണം. ബാംഗ്ലൂർ പിടിച്ച് എൻ്റെ ഹാർഡ് ഡിസ്ക് റിപ്പയർ ആണ്. ഇതൊക്കെയാണ് പരിപാടികൾ ഇന്നത്തെ. അപ്പം മെമ്മറി കാർഡ് പരിപാടികളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ അടുത്ത് മെമ്മറി കാർഡ് ഒരെണ്ണം കറക്റ്റായി പോയി. ഹാർഡ് ഡിസ്ക് അറിയില്ല എന്താ പറയുക. അപ്പോൾ ശരി, റോഡിൽ കാണാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദ് ബാംഗ്ലൂരിലേക്കുള്ള വഴിക്കാണ്. നല്ല രസമാണ് വഴികളൊക്കെ കാണാൻ. നല്ല സ്യൂട്ട് അടിപൊളി സ്ഥലമാണ്. പക്ഷേ പെട്ടെന്ന് ബാംഗ്ലൂർ എത്തണുള്ളൂ. നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് സെറ്റപ്പ് ആക്കേണ്ടതുണ്ട്. സാഡിൽ സോർ സ്റ്റൈലിലാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വണ്ടി ഓടിക്കുന്നത്. അതായത് അടിപൊളിയായിട്ടാണ്. ഇപ്പം നല്ല അധികം ബ്രേക്ക് ഒന്നും എടുക്കാൻ ടാങ്ക് ടു ടാങ്ക് റൈഡാണ് ഇതും. ഇപ്പോൾ കുറേ നേരം കൂടിയിട്ട് ഒരു ബ്രേക്ക് എടുത്താണ്. 100-150 കിലോമീറ്റർ ബാംഗ്ലൂർ. രാവിലെ 8:45 ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 4:15. എങ്ങോട്ടാണോ? ഞാൻ ടൂർ കഴിഞ്ഞ് വരുവാ. നോർത്ത് ഈസ്റ്റ്. സിറ്റി പോയായിരുന്നോ? നൈസ്. ആഹാ, ഓക്കെ, നൈസ് ടു മീറ്റ് യു. വിട്ടോ. ഇതാണ് നല്ല ഹോട്ടൽ എടുത്താനുള്ള ഗുണം. നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളെല്ലാം റൂമിലെത്തിക്കുള്ളൂ. ഇതാണ് റൂം. ഓപ്പൺ എയർ ബാത്റൂമാണ്. നമ്മളിവിടെയാണ് ഇന്ന് സെറ്റാകാൻ പോണത്. അപ്പോൾ 49-ാമത്തെ ദിവസം സമാപനം. നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു ട്രിപ്പ്. ഇപ്പോൾ പറന്ന് വന്ന് വൈകുന്നേരത്തിലൂടെ എത്തി. നല്ലൊരു ഹോട്ടലിൽ ഇവിടെ സെറ്റപ്പായി അടിപൊളിയായി ഇരിക്കുന്നു. അപ്പോൾ നാളെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ലാപ്പാണ്. എനിക്കെപ്പോഴും ലാസ്റ്റ് ലാപ്പ് രാവിലെ പോലെ തുടങ്ങി ഒരു ഉച്ചയാകുമ്പോൾ സമാധാനപരമായിട്ട് ഒഴിച്ച് വീട്ടിലെത്തണം. അങ്ങനെ ഒരു ഇതാണ്. കശ്മീർ ട്രിപ്പ് പോലെ അങ്ങനെ തുടങ്ങിയാണ്.
അപ്പോൾ നമ്മുടെ യാത്രയിൽ 49 ദിവസത്തിൽ നമ്മുടെ യാത്ര ഏറ്റവും മനോഹരമാകുന്നത് ജസ്റ്റ് പ്ലേസസ് മാത്രമല്ല, നമ്മുടെ ഒരു ആ ജേണി മൊത്തമാണ്. നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ ഇന്ന് മീറ്റ് ചെയ്തത് നമ്മുടെ ലൈഫിലുള്ള. അപ്പോൾ 49 ദിവസം സമാപനം റോഡിൽ കാണും. സുഹൃത്തുക്കളെ, 50 ദിവസം ഹാഫ് സെഞ്ചുറി. നമ്മൾ 50 ദിവസമായി ഓൺ ദ റോഡ്. ഇപ്പം നല്ല അടിപൊളി ഒരു ഹോട്ടലിൽ ഞാൻ ലാസ്റ്റ് ദിവസം ശരിക്കും വെക്കേഷൻ പോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഞാനുള്ള ഒന്നാണ്. അപ്പോൾ ഇന്നലെ നൈറ്റൊക്കെ സൂപ്പറാണ്, അടിപൊളിയായിട്ട് ഉറങ്ങി ഡിന്നറൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പർ ദീപാവലി നൈറ്റ് പട്ടക്കങ്ങളൊക്കെ പൊട്ടി നമ്മളിങ്ങനെ സെറ്റപ്പായി അടിപൊളിയായി നടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ലാപ്പ് ഇപ്പോഴും എൻ്റെ ഒരു ഇമോഷണൽ സെറ്റപ്പാണ്. അതായത് പയ്യെ ഞാൻ പോകുള്ളൂ, പയ്യെ ആസ്വദിച്ചപ്പോഴുള്ളൂ, പയ്യെ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, എനിക്കും വീട്ടിലെത്താനായിട്ട് കൊതിയാണ്. അപ്പം ലാസ്റ്റ് ദിവസം ഭയങ്കര സെറ്റപ്പാണ്, അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ ഫുൾ റിഗ്രറ്റ്സ് ആയിട്ട് നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ അടിപൊളിയാണ്. ഇപ്പോൾ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നേരെ പോകുന്നു മൈസൂർ വഴി വയനാട്ടിലേക്ക്. ഇവിടെ നിന്ന് അറൗണ്ട് 300 kilometers ആണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് 6-7 hours. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 10 മണി 9 ഇറങ്ങുന്ന വിചാരിച്ചു. 10 മണി ബാംഗ്ലൂർ ട്രാഫിക്കെല്ലാം നെഗോഷ്യേറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ പോവാണ്. ഹോട്ടൽ റമാദ എൻകോറാണിത്. നൈസ് ഹോട്ടലാണ്, അടിപൊളി. ബൈക്കൊക്കെ ഫുൾ സെറ്റാണ്. മെയിൻ മെഷീൻ എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ റോഡിൽ കാണാം. എനിക്ക് കന്നഡ അറിയില്ല, എങ്കിലും നമ്മൾ ആംഗ്യ ഭാഷയൊക്കെ അടിച്ച് നല്ല സെറ്റപ്പായിട്ട് കരിക്ക് കുടിക്കാറുണ്ടാവല്ലേ. അപ്പോൾ നമ്മൾ ആ കട്ടൻ പീടിയൊക്കെ അടിച്ചേ സൂപ്പർ. അത് അടിപൊളി ചേട്ടനാണ്. അത് നല്ല രസം. ഒന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞാൽ എന്തൊരു സ്നേഹം പറയാം. നമ്മൾ ചുമ്മാ പറയുന്നത് കന്നഡക്കാരൊക്കെ അടിക്കുന്നത് രസമാണല്ലോ. അപ്പം നമ്മുടെ ലഞ്ചാണ് സേഫസ്റ്റ് ഫുഡ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മുട്ടൻ കരിക്കാണ്. മുതൽ അടിപൊളി വെള്ളമൊക്കെ കുടിച്ച് ഒരു കുറച്ചും കൂടെ ഭക്ഷണം കൂടെ കഴിച്ച് ലഞ്ചിൻ്റെ ആവശ്യമില്ല. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പം കരിക്ക് കുടിച്ചിട്ട് കാണാം. അങ്ങനെ 50 ദിവസത്തിന് ശേഷം നമ്മൾ കേരളത്തിലേക്ക് കയറാൻ പോവാണ്. സന്തോഷമാണോ സങ്കടമാണോ കരച്ചിലാണോ വരുന്നത് എനിക്കറിയില്ല. ആളാണ് പ്രകാശേട്ടൻ. പ്രകാശേട്ടൻ വമ്പം ബിസിയാണ്, വമ്പം തിരക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പണിയെടുത്ത പ്രകാശേട്ടനാണ്. അപ്പോൾ ഈ ട്രിപ്പ് ഇത്രയും സക്സസ് ആയത് പ്രകാശേട്ടൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം കാശ്മീർ പോയപ്പം ഉള്ള സെറ്റപ്പുകളും കാര്യങ്ങളും എല്ലാം ഒടിഞ്ഞ് മുറുങ്ങി പോയായിരുന്നു. പുള്ളി വൻ തിരക്കാണ്ട, ഒരു രക്ഷയില്ല. ഭയങ്കര ബിസി. ഈ ബത്തേരിലെ ഏറ്റവും ബിസിയുള്ള ആളാണ്, ഏറ്റവും തിരക്കുള്ള ആളാണ്. കളിക്കല്ലേ പറഞ്ഞോ. ഇത് പ്രകാശേട്ടനുള്ള ഒരു ചെറിയ സമ്മാനം. ഇതെന്താണോ ചെറുതായിട്ട് ഒരു സ്വീറ്റ് ദീപാവലിക്കല്ലേ? എന്തായാലും വേണ്ടില്ല, അത് വെച്ചോളൂ. ഭയങ്കര തിരക്കാണ്. അയ്യോ എൻ്റെ മന, എനിക്ക് വേണം പോകാൻ സമയം. അപ്പൊ പ്രകാശേട്ടാ, സംഭവം വളരെ അടിപൊളിയായിരുന്നു. ഒരു പ്രശ്നമില്ലാതെ കാടും മലയും പുഴ എങ്ങനെയല്ല ആ വണ്ടി പോയെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഒത്തിരി നന്ദി, വളരെ താങ്ക്സ്. ഓക്കെ അപ്പൊ ചേട്ടാ താങ്ക് യു. അത് നന്ദി പറയണ്ട, അതൊക്കെ ഞാൻ വഴിക്ക് വേണ്ട പോലെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പം വീട്ടിലേക്കൊരു 20 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് ബത്തേരി പുൽപ്പള്ളി റൂട്ടാണ്. ഇവിടുത്തെ ഒരു ഫേമസ് റൂട്ടാണിത്. നമ്മുടെ എപ്പോഴും ഞാനത് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് എൻ്റെ ട്രിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ വ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വണ്ടി കണ്ടീഷൻ പെർഫെക്റ്റ് ആയിട്ട് 12,980 സംതിങ് കിലോമീറ്റർ കവർ ചെയ്ത് ഇപ്പോൾ തന്നെ. പറയാനുള്ള ഒരു രക്ഷയില്ല. മൊത്തം ഒരു ഇമോഷനാണ് കയറി വരുന്നത്. മൊത്തം ഒരു സങ്കടം, കരച്ചിൽ, കാര്യങ്ങൾ, സന്തോഷം എല്ലാം കൂടെ വരുന്നുണ്ട്. 50 ദിവസം മുന്നേ ഞാൻ ഈ വഴിക്ക് അങ്ങോട്ട് പോയപ്പോൾ എന്താ സംഭവിക്കുക, എവിടെയാണ് സംഭവിക്കാന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്താണെന്ന് വീട്ടില്ല. ഇതായിരിക്കും 50 ദിവസം സമാപനം. ഇനി വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ റോഡിൽ കാണാം. Ha 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 ha!
കണ്ടോ കുട്ടിയോ എല്ലാം നീ പുൽപ്പള്ളി പോകുന്നു വെറുതെ പറഞ്ഞത് ഞാൻ ഫോട്ടോ എടുക്കാൻ പ്രിപ്പയർ